ശ്രീ സോഹൻ റോയിയുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്തേ. ഇപ്പോൾ വിദ്യാലയങ്ങളും കലാലയങ്ങളും സർവകലാശാലകളും ഇല്ലാത്ത ഒരു കാലമല്ലേ വരാൻ പോകുന്നത്. കുട്ടികൾക്ക് അവരുടെ ചോയ്സ്, അവരുടെ ഓപ്ഷൻ, അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ അല്ലേ, വിർച്വൽ റിയാലിറ്റി അങ്ങനെ ഒരു. എനിക്ക് തിരിച്ചു പോകാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇനി സ്കൂളിൽ പോകില്ല. കാര്യം ഞാൻ ആദ്യം പോയി ഒരു ഓക്ലസ് സെൻറ്ററിൽ വിർച്വൽ റിയാലിറ്റിയുടെ ഗ്ലാസ് വാങ്ങും. അത് വാങ്ങി അതിന് വലിയ വിലയില്ല, ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഗ്ലാസ് കിട്ടുന്ന അവസ്ഥയാണ്. ഇത് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൻസ് ഉണ്ട്. ഞാനത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിർച്വലി ഇൻസൈഡ് ദ ക്ലാസ് റൂമാണ്. ചാറ്റ് GPT പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എൻ്റെ ടാലൻറ്റും പാഷനായിട്ടുള്ള കുറേ ഇൻഡസ്ട്രീസും കാര്യങ്ങളും പറയും. ഞാൻ അതിനനുസരിച്ചുള്ള കരിക്കുലം ഒരു റിക്വസ്റ്റ് കിട്ടാൻ മതി, അന്നേരം തന്നെ എൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്യും. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുള്ള എന്തൊക്കെ വീഡിയോസ് എവിടെയൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും വരും. ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയും ഇന്ന ഇൻഡസ്ട്രിയാണ് ഏറ്റവും എൻ്റെ ടാലൻസ് ഞാൻ ലിസ്റ്റ് ചെയ്താൽ മതി, ഇതൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ്. ഞാൻ ഇതുവരെ സർഫ് ചെയ്തേക്കുന്ന എല്ലാ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് അല്ലാതെ ഞാൻ പലപ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് AI തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇത് വെച്ചിട്ട് ഞാൻ കാര്യം എൻ്റെ 50,000 മണിക്കൂറിനെ ഞാൻ എന്തിനാണ് ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം കൂടെ കാണാതെ പഠിച്ച് കളയുന്നത്? ഞാൻ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ കരിക്കുലം ഈ കരിയർ ഡിസൈൻ ക്ലബ്ബിൽ നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സ് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഒന്ന്, എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കണ്ടേ. നമ്മൾ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ എംപ്ലോയീസ് ചെയ്യുന്നത് ഹോട്ടലിൽ പോയി കഴിക്കും. ഹോട്ടലിൽ എന്താണ്, അവൻ ഏറ്റവും വില കുറഞ്ഞ എണ്ണ, പാരഫിൻ വാക്സ് ഉള്ള സാധനം വെച്ചിട്ടാണ് നിങ്ങളുടെ കിഡ്നി അടിച്ച് പോകേണ്ട എല്ലാ സാധനമാണ് തരുന്നത്. ഉള്ള അജിനോമോട്ടോ അതും ഇതും എല്ലാം ഇട്ടിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് അവിടുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവൻ വരും. അതേസമയം നമ്മുടെ വീട്ടിൽ നമ്മുടെ ശരീരം മൊത്തം നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. അമ്മയുടെ ടേസ്റ്റിന് വേണ്ടി പലരും വീക്കെൻഡ് ആകുമ്പോൾ പോകുന്നത് എന്തിനാണ്? അമ്മയുടെ ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഈ അമ്മയുടെ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചാൽ പോലും ഇതിന് എത്ര സമയം വേണം? ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് അമ്മയുടെ കൂടെ നിന്നാൽ 15-20 മിനിറ്റ് കൊണ്ട് ആദ്യം കണ്ടുപിടിക്കാം. ഒരു 4 തവണ സെയിം സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതിന് അടുക്കള വരെ ഒന്ന് പോയാൽ മതി. അമ്മയുടെ കൂടെ നിന്നൊരു കറി ഉണ്ടാക്കാൻ പഠിക്കുക എത്ര അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും ഒരു കുട്ടി അവിടെ വന്ന് അത് പഠിക്കുന്നതാണപ്പോൾ. ഇത് കരിക്കുലത്തിലുണ്ടെങ്കിൽ കരിക്കുലത്തിൽ പറയുകയാണ് 25 ഡിഷ് നിർബന്ധമായിട്ടും അമ്മയുടെ കൂടെ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ ചെയ്തിരിക്കും. എവിടെ ജോലിക്ക് പോയാലും നിങ്ങൾ സ്വയം കുക്ക് ചെയ്തിട്ട് നല്ല ഫുഡ് നിങ്ങൾ കഴിക്കും. മാത്രമല്ല ഇതിൽ നിന്ന് ഒരു 2% ആൾക്കാരെങ്കിലും ഷെഫായിട്ട് മാറും. കാര്യം നിങ്ങൾ കുക്കിംഗ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു പ്രൊഫഷണൽ ഷെഫാകാൻ അധികം ദൂരമില്ല, മനസ്സിലായില്ല. ഇതാണ് ഒരു അസൈൻമെൻറ്റ്. ഈ ഞങ്ങളുടെ അസൈൻമെൻറ്റ്സിന് ഇപ്പം വീട്ടിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? നമ്മുടെയൊക്കെ ഫ്രിഡ്ജ് അതുപോലെ പലരും വർഷങ്ങളായാലും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാം കുട്ടികൾക്ക് കൊടുത്തിരുന്ന അസൈൻമെൻറ്റാണ് മന്ത്ലി ഇത് ഫ്രിഡ്ജ് എങ്ങനെ ക്ലീൻ ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരത് എൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണം. അവർ നല്ല ചിട്ടയായിട്ട് അവർക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അവർ കൃത്യമായിട്ടത് ചെയ്യുന്നുണ്ട്. ഇത് കരിക്കുലത്തിൽ കൊണ്ടുവന്നിവിടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. ഫിനാൻസ് മാനേജ്മെൻറ്റ്, നമ്മുടെ പോക്കറ്റ് മണി ആണെങ്കിലും അച്ഛനും അമ്മയും നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ കടം വാങ്ങിയിട്ട് അവിടുന്ന് ഇവിടുന്നും എടുക്കലില്ല, അച്ഛൻ്റെ പോക്കറ്റിൽ അറിയാതെ എടുക്കലില്ല. ഇത് മറ്റിട്ട് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചെറുപ്പം തൊട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ ഏത് ലെവലിൽ പോയാലും നമുക്ക് കിട്ടുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കും. അല്ലാതെ നിങ്ങളുടെ ശമ്പളം ഇനി 3 ഇരട്ടിയാക്കിയാലും നിങ്ങളുടെ ചിലവ് അതിലും കൂടുതലാണെങ്കിൽ നിങ്ങൾ കടക്കാരനായിരിക്കും. ഈ കടത്തിൽ നിന്നാണ് നിങ്ങളുടെ ഹാപ്പിനെസ് പോയി തുടങ്ങുന്നത്, പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് കരിയർ ഡിസൈനകത്ത് ആദ്യം വേണ്ടത് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്. ആദ്യം ബഡ്ജറ്റിങ് എങ്ങനെയാണ്, ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കുട്ടിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. എല്ലാവർക്കും എനിക്ക് ഈ മാസം എൻ്റെ പോക്കറ്റ് മണി ഇത്രയാണ്, അത് വെച്ചിട്ട് ജീവിക്കണം എന്നുള്ളൊരു ബഡ്ജറ്റില്ല. അത് ആ വ്യക്തിയെ പഠിപ്പിക്കണം. ആ ബഡ്ജറ്റ് പഠിച്ചാൽ മാത്രമേ കല്യാണം കഴിക്കേണ്ട സമയത്തിൽ പോലും നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് എൻ്റെ കല്യാണത്തിന് ഇത്ര ബഡ്ജറ്റ് വേണം, നിങ്ങൾ സമ്പാദിച്ചത് വെച്ച് തന്നെ ചെയ്യും. ഇല്ലാത്ത വ്യക്തിയാണ് പോയി സ്ത്രീധനം വാങ്ങി കെട്ടാൻ നിൽക്കുന്നതും കടം വാങ്ങി കെട്ടാനും ഒക്കെ നിൽക്കുന്നത്. മനസ്സിലായി? ഈ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കൊണ്ട് ഒരു ധാരണയും നമ്മൾ കൊടുക്കുന്നില്ല. ഏത് ശമ്പളമാണെങ്കിലും നമുക്ക് പലപ്പോഴും ജോലിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 10%, 20% അധികം സാലറി കിട്ടുന്ന ഒരു ജോബിന് കിട്ടും. അവിടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ടാലൻറ്റും പാഷനും ഇല്ല. അതേസമയം ടാലൻറ്റും പാഷനുള്ളൊരു ജോബിന് കയറിയിട്ട് ആ സാലറിക്ക് ഉള്ളിൽ നിന്ന് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിൽ ബി എ ഹാപ്പി പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഗോൾ ഹാപ്പിനെസ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. ഇതിനുവേണ്ടി പരിശീലനങ്ങളുണ്ട്.
അല്ലാതെ ഞാനിനി എംപ്ലോയീസിൻ്റെ സാലറി ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയിട്ട് കാര്യമില്ല. അവർക്ക് അത് വെച്ചിട്ട് ജീവിക്കാനുള്ള പാഠമില്ല എന്നുണ്ടെങ്കിൽ അത് ദുരന്തമായിട്ട് മാറും. അത് എല്ലാ ജീവിതത്തിനെയും ബാധിക്കും. കുട്ടികൾ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കിടക്കുന്ന ഒരു പേരൻറ്റിന് എങ്ങനെ മക്കളെ ശരിക്കും നോക്കാൻ പറ്റും? കേരളത്തിലോട്ട് വരാം. നമുക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ വിഴിഞ്ഞം അത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് തുറമുഖമായിട്ട് മാറണമെങ്കിൽ എത്ര സമയമെടുക്കും? ഒരു നേവൽ ആർക്കിടെക്റ്റാണ് ബൈ പ്രൊഫഷൻ അല്ലേ? അപ്പോൾ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം പറയാനുണ്ടാവും. നമ്മൾക്ക് ഒരു എല്ലാ ഇപ്പം ഗൾഫിൽ രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടുന്നത് പോലെ ഒരു ഭാഗ്യമാണ്. അതുപോലെ നമുക്ക് പ്രകൃതി തന്ന ഒരു വലിയ കനിഞ്ഞനുഗ്രഹിച്ച ഒരു പോർട്ടായി മാറാൻ സാധ്യതയുള്ള സ്ഥലമാണ് വിഴിഞ്ഞം. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അത് അത്രയും വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല. ഈ ഇന്നലെ കപ്പൽ വന്നതുകൊണ്ട് ഉടനെ തിരുവനന്തപുരം മാറി ഇന്ത്യ മാറിയെന്ന് വിചാരിക്കരുത്. ഇതിന് സമയമെടുക്കും. അതിന് ഈ 5 വർഷം എടുക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് ഇത് വരാൻ. ഈ 5 വർഷത്തിൽ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഈ 5 വർഷം. എങ്കിൽ മാത്രമേ ഇൻ്റർനാഷണൽ ബിസിനസ് ഈ ഷിപ്പ് ഓപ്പറേറ്റേഴ്സിന് ഇവിടെ വരാൻ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കൊച്ചിയിൽ ദുബായ് പോർട്സ് വന്നിട്ട് ഏറ്റെടുത്ത് സമയം പേടിച്ച് അവസാനം നിർത്തിയതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. കാര്യം ഷിപ്പിങ്ങിനകത്ത് 1 മണിക്കൂർ ഷിപ്പ് ഡിലേ ആയാൽ ഹ്യൂജ് ലോസാണ് വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു കാരണവശാലും നമുക്ക് 1 മിനിറ്റ് വേസ്റ്റ് ആക്കാനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പാടില്ല. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു 10 പേർക്കെങ്കിലും ഈ ഓപ്പറേഷനെ അവൻ്റെ ഈഗോയുടെ പേരിൽ നിർത്താനുള്ള വകുപ്പുണ്ട്. അത് അവിടുത്തെ യൂണിയൻ ലീഡറാവാം, അവിടുത്തെ കസ്റ്റംസ് ഓഫീസർക്കാവാം, പൈലറ്റിൻ്റെ ഹെഡാവാം. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിനകത്ത് ഇൻവോൾവ്, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിനകത്ത് ഇൻവോൾവാണ്. ഇതിൽ ആർക്ക് വേണേലും ഒരു ക്ലിയറൻസ് കൊടുക്കുന്നതിനകത്ത് എന്താണ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സംസാരിച്ചത് ശരിയായില്ല. എനിക്ക് അവിടെ ഇരിക്കട്ടെ, പേപ്പർ എവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമോ? അവിടെ ആങ്കറേജ് വന്ന ഷിപ്പ് ഒരു ദിവസം ഡിലേ ആയി കഴിഞ്ഞാൽ അടുത്ത തവണ ആ കമ്പനി ഇതുവഴി വിടത്തില്ല. അവർ നേരെ കൊളംബോയിൽ പോയിട്ട് ഇറക്കിയിട്ട് പോകും. അതായത് അതുപോലെ തന്നെ ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ മദർഷിപ്പ് ഇവിടെ വന്നിട്ട് അത് മൊത്തം ഇവിടേക്കുള്ള കാർഗോ ആയിട്ടല്ല വരുന്നത്. മദർഷിപ്പ് വേറെ എവിടേക്കോ ഒരു 20,000 ടൺ കണ്ടെയ്നറുമായിട്ട് പോകുന്ന ഷിപ്പിലെ ചിലപ്പോൾ 1000 കണ്ടെയ്നർ 2000 കണ്ടെയ്നറേ ഇവിടെ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കൊളംബോയിൽ പോയിട്ട് വേറെ ഷിപ്പിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നാലും മതി. ഇവിടെ വന്ന് ഒരു ദിവസം ആകെ ഫ്യൂ അവേഴ്സിന്റെ ലാഭത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് ഇതുവഴി വരുന്നത്. അത് അവിടേക്ക് കൊളംബോയിൽ പോയിട്ട് ഇറക്കിയിട്ട് അവർക്ക് പോയാൽ മതി എന്ന് അവരെ തീരുമാനിക്കും. ഇവിടെ വന്ന് സമരം ഫീൽ ചെയ്യുകയോ മറ്റ് ചുവപ്പ് നാടകൾ എന്തെങ്കിലും കാരണം ഇത് ഡിലേ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനാണ്, എനിക്ക് കാർഗോ ഓപ്പറേഷൻ ഉണ്ടെങ്കിലും ഞാനിത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ നഷ്ടം സഹിക്കുന്നത്? രാജ്യസ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ വന്ന് നഷ്ടം സഹിക്കണം? ഞാൻ ഏറ്റവും ഷിപ്പിങ്ങിനകത്ത് കാര്യം ഇതൊക്കെ ഇൻഷുർഡ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി തന്നെ പറയും യു ആർ നോട്ട് സപ്പോസ് ടു ഗോ ദർ. പ്രീമിയം കൂടും. ഇങ്ങനെയുള്ള പോർട്ടുകളിലേക്ക് കൂടെ ഓപ്പറേഷനിൽ പ്രോബ്ലമാണ്. അപ്പം അത് അടുത്ത 5 വർഷം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടാകും. ഇപ്പോൾ ഈവൻ മീഡിയ പോലും ഒരുപക്ഷെ ഇതിനെ തളർത്തുന്ന രീതിയിലുള്ള ന്യൂസുകൾ കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സിന് എല്ലാം പേടിയായിരിക്കും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരുമിച്ച് നിന്ന് പൊതുവേ കേരളത്തിൽ അല്ലേ എല്ലാത്തിനും നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പം യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ സാധ്യതകളുണ്ട്, അനന്ത സാധ്യതകളുണ്ട്. കാര്യം പിന്നെ അതൊരു നാച്ചുറൽ അത്രയും ഡെപ്തുള്ളൊരു പോർട്ട് നമുക്ക് ഇല്ലല്ലോ. ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യം, ഒരു 1.4 ബില്യൺ പീപ്പിളിനെ സെർവ് ചെയ്യേണ്ട ഒരു രാജ്യമാണ്. അവർക്ക് എത്രമാത്രം സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനും ഇവിടുന്ന് കൊണ്ടുപോകാനും ഉണ്ട്. അപ്പോൾ ആ പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് വലുതാണ്. പക്ഷേ എല്ലാം ചൈനയിലൊക്കെ ഇതിൻ്റെ 100 ഇരട്ടി വലിപ്പ ഓപ്പറേഷൻ നടത്തുന്ന പോർട്ട്സ് എത്തിക്കഴിഞ്ഞു. അതും ഓട്ടോമാറ്റഡ് കാര്യങ്ങളാണ്. അവിടെ ഈ അതേ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ട് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇല്ല പറ്റില്ല ഞങ്ങൾ മാനുവലായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു സമരം തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ട ഫോറിൻ പ്രോഡക്ട്സ് എത്രയാണ്. അത് വന്നാൽ അത് ആ രീതിയിൽ വന്നാൽ ട്രിവാൻഡ്രത്തിനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഡാം 999 സൃഷ്ടാവിൽ നിന്ന് മലയാളികൾ എങ്ങനെയാണ് അതുപോലത്തെ ഒരു സിനിമ എപ്പോഴാണ് ഉണ്ടാവുക? എന്താണ് പ്രതീക്ഷ? ഇല്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹം ഞാൻ നന്നായിട്ട് ആ സിനിമയിലൂടെ എല്ലാം എൻജോയ് ചെയ്തു.
ഫിലിമിൽ തന്നെ ചെയ്തു. ഇനിയിപ്പം ഇന്ന് വരുന്ന ഫിലിം മേക്കേഴ്സിനൊന്നും ഫിലിമിൽ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയി. എല്ലാം ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് വെച്ച് ചെയ്യാവുന്ന രീതിയിലേക്കായി. ഞാനൊരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ തലത്തിലും, അത് സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഗാനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും ചെയ്തു. അതിൻ്റെ ഫിലിം ഫെസ്റ്റിവൽസിൽ പോകുന്നത്, ഫിലിം മാർക്കറ്റ്സിൽ പോകുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാത്തിലും ഞാൻ ഇൻവോൾവ് ചെയ്ത് എല്ലാം എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ കാണുന്നത് ഒരു സിനിമാ മേഖലയിൽ സംവിധായകർ ആവശ്യത്തിലേറെ ഉണ്ട്. 90% സംവിധായകരും സിനിമ ഇല്ലാതിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അവിടേക്ക് ഞാൻ ചെല്ലേണ്ട കാര്യമില്ല. അവരുടെ ഫുൾ ടൈം ഫിലിം മേക്കേഴ്സാണ് അവർ. ഞാൻ കാണുന്നത് ഇവരുടെ ചിത്രം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ അതിന് വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരുപാടുണ്ട്. എനിക്ക് അതൊക്കെ ചെയ്യുന്നതിലാണ് താല്പര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മികച്ച തിയേറ്റർ, സ്റ്റുഡിയോ, ആനിമേഷൻ സ്റ്റുഡിയോ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതിൻ്റെ ഡബ്ബിംഗ് നെറ്റ്വർക്ക്, ഫിലിം ഫെസ്റ്റിവൽ, ഫിലിം മാർക്കറ്റ്, മാഗസിൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ 100ഓളം ടാർഗറ്റ്സ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അത് മുഴുവൻ ഞാൻ ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ചെയ്യുന്നത് ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സ്കൂൾസിലും ടാലൻറ്റ് ക്ലബ്സ് തുടങ്ങുന്നുണ്ട്. അവിടുന്ന് അവരെ സിനിമയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാ വർഷവും ചാരിറ്റി മൂവീസ് ചെയ്യുന്നു. അതിലൂടെ യങ്സ്റ്റേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നു. ഇതിലൊക്കെയാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അല്ലാതെ സംവിധാനം ഇനിയും പോയി കാര്യം, ഒരു സിനിമ സംവിധാനം ചെയ്യൽ ഈസിയല്ല. ഒരു യൂണിറ്റ് ടൈം. ഞാൻ ഇനി ഒരു വലിയ പടം ചെയ്യുന്നതിലും അതുപോലെയാവും. അതിന് സമയമായിട്ടില്ല. അതിന് കുറച്ചുകൂടെ എനിക്ക് ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഈ 5 വർഷം ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ സിനിമയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സിനിമയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് എഡ്യൂക്കേഷൻ റെവല്യൂഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് പാരലായിട്ട് നമ്മളൊരു പുതിയ ഒരു സ്റ്റുഡിയോ സിസ്റ്റം നമ്മൾ എറണാകുളത്ത് ഇപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു 10 സിനിമ ഒരു വർഷം, 10 തൊട്ട് 12 സിനിമ വരെ ഒരു വർഷം നമ്മളുടെ ഇൻഹൗസായിട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ടാവും. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിയുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു മൂവി, അത് ചെറിയ മൂവി ആയിരിക്കും, അത് വലിയ മൂവി അല്ല. ഇനി സമയമില്ല. കാര്യം 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാവുന്ന ഫോർമാറ്റ്സിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേസമയം വലിയ വലിയ വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യണം. നമ്മൾ എൻ്റെ തന്നെ സ്റ്റോറീസ് ഏതെങ്കിലും വിഷ്വൽ ഫോർമാറ്റിലേക്ക് ആക്കണം. അതൊരു പണത്തിന് വേണ്ടിയൊന്നുമല്ല, അതൊരു ആഗ്രഹം, അത് ചെയ്യണം. അത് പാരലായിട്ട് ഡോക്യുമെന്ററീസ് ഞാൻ ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് ഞാൻ ഡോക്യുമെന്ററീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്യുമെന്ററി മേക്കിങ്ങും ഫിലിം മേക്കിങ്ങും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. പക്ഷേ ഡോക്യുമെന്ററീസിനാണ് എന്നെ സംബന്ധിച്ചോളം ഒരുപാട് റീച്ചുള്ളൂ. ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് പോകാനും റെക്കഗ്നിഷൻ കിട്ടാനും ഒക്കെ ഡോക്യുമെന്ററീസാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്ച്വലി. ഇപ്പം ബ്ലാക്ക് സാൻഡിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് എത്ര ഇന്റർനാഷണൽ അവാർഡ്സാണ് ഇപ്പം കിട്ടിയത്. അതെ അതെ അതെ. കലാനിലയം ഏറ്റെടുക്കുന്നുണ്ടോ? കലാനിലയം ആക്ച്വലി അതൊരു വലിയ പ്ലാറ്റ്ഫോമാക്കി നമ്മൾ മാറ്റുക. ഇത് കാര്യം അതിനെ വെറും ഒരു നാടകം പോലെയല്ല, പഴയ അത് ഇടയ്ക്ക് നിന്ന് പോയി. നമ്മുടെയൊക്കെ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്. ഇനി നമുക്ക് അതിനെ ഇന്ത്യയുടെ അഭിമാനമാക്കിയിട്ട് മാറ്റി ഇന്ത്യയുടെ ഒരു ബ്രാൻഡാക്കി ലോകം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു ബ്രാൻഡാണ്. അതിനെ നമ്മുടെ കലയുടെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ആക്കിയെടുക്കണം. ഒരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം, മനസ്സിലായില്ലേ? കലാകാരനെ തിയേറ്ററിന് ഇപ്പോഴും അല്ലേ അത് സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് ഡ്രാമ ക്ലബ്സ് വേണം. ഈ ഡ്രാമ ക്ലബിലൂടെ എല്ലാവരും ആക്ടേഴ്സ് ആവുന്നല്ല നമ്മൾ കരുതണ്ടേ. ആ ഒരു ഡ്രാമ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമ്മളുടെ സ്റ്റേജ് ഫിയർ മാറുകയാണ്, നമ്മുടെ എക്സ്പ്രഷൻസ് മാറുകയാണ്, ഡയലോഗ് ഡെലിവറി മാറുകയാണ്, സൗണ്ട് മോഡുലേഷൻസ് മാറുകയാണ്. ഇത് നമ്മുടെ നമ്മൾ ഏത് ഇൻഡസ്ട്രി പോയാലും നമ്മൾ ടീം ലീഡർ ആവണമെങ്കിൽ യു ഷുഡ് ബി എ ഗുഡ് ആക്ടർ, ഗുഡ് പ്രസൻറ്റർ ഓൾസോ. നിങ്ങളുടെ മുഖത്ത് നിങ്ങളൊരു ടീമിനെ അഡ്രസ്സ് ചെയ്യുമ്പം നിങ്ങളുടെ ഡയലോഗ് ഡെലിവറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യണം. നിങ്ങളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്നാലേ ആ പവർ നിങ്ങളുടെ ഒരു നല്ല ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറുകയാണ്. ടീം ലീഡർ എന്ന് വെച്ചാൽ നല്ലൊരു ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറുകയാണ്. അതൊക്കെ ഈ നാടകക്കളത്തിൽ ഇപ്പം ഞാൻ ഏത് വേദി പോയാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ 5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ നാടകവേദിയിലെ ഒരു കോൺഫിഡൻസ് ആണ്. അത് വരുന്ന കോൺഫിഡൻസ് വലുതാണ്. എനിക്ക് എവിടെ പോയാലും ആരെ അഡ്രസ്സ് ചെയ്യാനും ഒരു മടിയില്ല, ഒന്നുമില്ല. ഇത് നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തൂടെ? ഏത് വ്യക്തിയെയും നമ്മളൊരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോൾ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഏറ്റവും മികച്ച ആൾക്കാർക്ക് സിനിമയിലേക്ക് പോകാം. അവർ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ കലാനിലയത്തിൻ്റെ വേദി പോലൊരു വേദി ഇനി ഇല്ല. അത്രയും ഹ്യൂജ് ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ വന്ന വേദി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അത് അവിടെ പെർഫോം ചെയ്യാനൊരു അവസരം കൊടുക്കും. ഈവൻ സിനിമയിൽ പോയവർക്ക് പോലും വർഷത്തിൽ ഒരു ദിവസം വന്നിട്ട് അതിലൊരു ക്യാരക്ടർ ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ നാടകവും നമ്മളിപ്പം ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ ഉണ്ടാവും, സിനിമയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് അവധി എടുത്ത് വന്ന് അത് പെർഫോം ചെയ്ത് പോകാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കലയുടെ എന്താണ് ഒരു ഹോളി പ്ലേസ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റണം. അതോടൊപ്പം തന്നെ എല്ലാ ഈ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന, പാട്ട് പഠിപ്പിക്കുന്നതോ എന്ത് കലയായിക്കോട്ടെ അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കുക, അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുക.
ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അല്ലാതെ എല്ലാവരും പോയിട്ട് കലാക്ഷേത്രത്തിലും അവിടെയും ഇവിടെയും പോയി പഠിക്കണം എന്നില്ല. പാരലായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ വൈഫ് ഒരു ഡാൻസ് ടീച്ചർ കൂടിയാണ്. അപ്പോൾ 10-18 വർഷം ഗൾഫിൽ ഡാൻസ് പഠിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ എൻ്റെ വൈഫിന് ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ബിക്കം എ യൂണിവേഴ്സിറ്റി ടീച്ചർ. പക്ഷേ അതുപോലുള്ള ടീച്ചേഴ്സിനൊക്കെ നമുക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്ത് അവർക്ക് തന്നെ ഒരു പ്രൗഡാവും, ഐ എം എ സർട്ടിഫൈഡ് പേഴ്സൺ എന്നുള്ള കാര്യം. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവും. കാര്യം വി പ്രൂവ് ദാറ്റ് വെറുതെ പുസ്തകം നോക്കി പാസ്സാവുന്നതല്ല, അത് നിങ്ങൾ പെർഫോം ചെയ്ത് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടുകൂടി വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ തിരക്കിനിടയിലും കഴിഞ്ഞ 7 വർഷമായി അല്ലേ എല്ലാ ദിവസവും ചെറു കവിതകൾ എഴുതുന്നു. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയല്ലേ 2000? അല്ല, അത് 1000 കവിത ആയപ്പോഴേ തന്നെ 6 വർഷത്തേക്കുള്ളിലായി. ഇപ്പൊ 2400ഓളം കവിതകളായിട്ടുണ്ട്. എവറി ഡേ യു റൈറ്റ് പോയംസ്. അതിന്റെ ഒരു ഹാബിറ്റായി മാറിപ്പോയി. ഇനി പ്രതികരിക്കുക അല്ലേ കവിതകളിലൂടെ. അന്നൊന്നും എന്നെ സ്വാധീനിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഒരു ശീലം. അപ്പം എനിക്ക് എൻ്റെ ഒരു പേജിനകത്ത് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെ പോയി പ്രതികരിക്കുന്നത്? അതിനോടൊപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ കവിത എഴുതാനുള്ള കഴിവുണ്ട്. ഇത് ഞാൻ ചെയ്തത് ഈ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം എഫിസ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ടാലൻറ്റ് പാഷൻ, നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ടാലൻറ്റ് പാഷൻ ഉണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ എല്ലാവരും അത് വിട്ടുകളയുന്നതാണ്. പക്ഷേ എഫിസത്തിലേക്ക് വരുമ്പം എഫിസ് തന്നെ ചോദിക്കുക, വാട്ട് ഈസ് യുവർ ടാലൻറ്റ് പാഷൻ, വാട്ട് ഈസ് യുവർ പ്ലാനിങ് ഫോർ ദാറ്റ് വൺ. ആ 5 ഇയർ പ്ലാനിങ്ങിനകത്ത് ഞാൻ ഇട്ടത്, ഞാൻ കവിതയ്ക്കകത്ത് എൻ്റേതായ സ്ഥാനം കണ്ടെത്തും. അതിനൊരു വേൾഡ് റെക്കോർഡ് എന്നുള്ളതാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാര്യം ഞങ്ങളുടെ കമ്പനിയിൽ വി ആർ നൗ വേൾഡ് നമ്പർ 1 in 5 fields. എല്ലാവരും അങ്ങനെയാണ് ടാർഗറ്റ്. നാളെ ഒരു ദിവസം വേൾഡ് നമ്പർ 1 ആവണം. അപ്പോൾ ഞാൻ കവിതയ്ക്കകത്ത് വേൾഡ് നമ്പർ 1 ആവണമെങ്കിൽ ഞാൻ ഒരു വേൾഡ് റെക്കോർഡ് ഇടണം. അപ്പോൾ അതിനുവേണ്ടി എവറി ഡേ ഒരു കവിത എഴുതുക. അത് എഴുതുമ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനെക്കുറിച്ച് എഴുതി ഒരു ഗ്രാഫിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. ഇതാണ്. ഇത് തുടങ്ങി 1000 കഴിഞ്ഞപ്പോൾ എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി. ഇന്നിപ്പോൾ ഓരോ ദിവസവും ആ റെക്കോർഡ് ഞാൻ തന്നെ ബ്രേക്ക് ചെയ്ത് സെർജി ബുക്കാണ് 35 ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഞാൻ അത് 1400 തവണ ബ്രേക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും കവിത എഴുതി ആരും ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യില്ല. അത് താങ്കളുടെ പേര് സത്യം. പക്ഷേ എങ്കിലും വലിയ എഫേർട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് 5 പൈസയുടെ ഗുണമില്ല അത് വെച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടങ്ങളെ വന്നിട്ടുള്ളൂ. ഞാൻ പല കോൺട്രവേഴ്സിലും പോയി പെട്ടിട്ടുണ്ട് ഈ കവിത എഴുത്തുകാരന്. പക്ഷേ എനിക്കത് ഹാപ്പിനെസ് വളരെ വലുതാണ്. കാര്യം ഞാൻ എല്ലാ ദിവസവും എന്നോട് തന്നെ ചോദിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ്, ആർ യു ഹാപ്പി ടുഡേ? അപ്പോൾ അതിനകത്ത് എന്നെ ഹാപ്പിയാക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് കിടന്ന് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങും. ലോക കേരള സഭ, അതിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? തെറ്റിദ്ധാരണയുടെ പേരിൽ ആർക്കും ഒരു പ്രശ്നത്തിൽ പോയി പെടാം. നിങ്ങളെടുത്ത് നിങ്ങളെ ചിലപ്പോൾ ശാസിക്കാം, പലതും ചെയ്യാം. അങ്ങനെ ഉണ്ടായ ഒരു സംഭവമാണ്. കാര്യം എഫിസ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഈ അട്ടപ്പാടിയിലായിക്കോട്ടെ ചേഞ്ച് വരുത്തുന്ന ഈ കേരളത്തിനെ മൊത്തം മാറ്റിമറിക്കാവുന്ന ഒരു വലിയൊരു അസറ്റാണത്. അതിനെക്കുറിച്ച് പ്രസൻറ്റേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ എഫിസ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിക്ക് അത് ഞാൻ എന്തോ ഒരു കാരണം മാർക്കറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ആ ലോക കേരള സഭയിൽ വന്ന് കാര്യം 4 മിനിറ്റ് സംസാരിക്കാനാണ് അത് തന്നേക്കുന്നത്. ഈ 4 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ എഫിസ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ, ഏരിസ്പെക്സിലേക്ക് വരൂ, ഈ വന്നവരെല്ലാം അവർക്കെല്ലാം ഒരു ഫ്രീ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ എഫിസ എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഉണ്ടായൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പോഴും ലോകം അംഗീകരിക്കുന്ന താങ്കൾക്ക് ജന്മനാട്ടിൽ വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ഈ അംഗീകാരം ചോദിച്ചു വാങ്ങേണ്ട സാധനമല്ല, ഒരിക്കലും അല്ല. നമ്മളെ വിളിച്ച് അംഗീകരിക്കുന്നത്. ഇപ്പം താങ്കളെ പുറകെ നടന്നിട്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന്. താങ്കൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ വന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ഞാൻ ഉടനെ അത് ബാക്കിയെല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഞാൻ വന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് വിളിച്ചിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കൂ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു സ്ഥാനം കിട്ടുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലും വാങ്ങും. അല്ല, പക്ഷേ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾ താങ്കൾക്ക് വരുത്താൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അട്ടപ്പാടി തന്നെ അവിടെ ഒരു വിപ്ലവത്തിന് താങ്കൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അട്ടപ്പാടി പോലും ഞാനൊരു അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ഞാനത് 5 വർഷം കാത്തിരിക്കണം. അതിന്റെ പൂർണ്ണമായിട്ട് തീർത്തിട്ട് ഞാൻ വന്നാക്കും. പക്ഷേ അതിന്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ എന്നിലേക്ക് വന്നു. അല്ലാതെ ഞാൻ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നൊന്നുമല്ല. അവർ വന്നു, അവർക്ക് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്.
ഞാൻ എൻ്റെ 50% ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഒരു ദിവസം 8 മണിക്കൂറേ ഞാൻ എൻ്റെ കർമ്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കത്തുള്ളൂ. കാര്യം FSത്തിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് എല്ലാം 24 മണിക്കൂറുണ്ട്. ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വൺ ഫോർ ബോഡി, 1 ഫോർ മൈൻഡ്, 1 ഫോർ കർമ്മ. അതിനകത്ത് കർമ്മ എന്ന് പറയുന്നത് 8 hours 240 മണിക്കൂർ ഒരു മാസം കിട്ടും. ഈ 240 മണിക്കൂറിൽ ഞാൻ 120 മണിക്കൂർ എൻ്റെ പ്രൊഫഷന് വേണ്ടി, എൻ്റെ മറൈൻ ആക്ടിവിറ്റി എല്ലാത്തിനും വേണ്ടി ചിലവഴിക്കുന്നു. ബാക്കി 120 hours ഞാൻ ഇതുപോലുള്ള എനിക്ക് സന്തോഷം കിട്ടുന്ന ഈ സിനിമയും ഈ എഡ്യൂക്കേഷൻ കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടി ചെയ്യുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകാം. എല്ലാ അനുഭവങ്ങളുടെ അക്ഷയഖനിയാണ് താങ്കൾ. ഇത്രയും എക്സ്പെർട്ടൈസ് ഉണ്ട്. ഈ വൈദഗ്ധ്യവും പ്രാഗൽഭ്യവും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് ഭരണാധികാരികളല്ലേ. ഇപ്പൊ സോഹൻ റോയ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങളുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ല, ഞാൻ ഒരു 10 തവണയെങ്കിലും പല പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് പല സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിനെയും ഇവിടെ കേരളത്തിലും വന്ന് ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോലും എൻ്റെ സമയം മെനക്കെട്ടതല്ലാതെ ഒന്നുപോലും ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ അതോടെ പരിപാടി നിർത്തി. നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് ചെയ്താൽ പോരെ. അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഇപ്പം എൻ്റെ സ്ഥാപനത്തിനെ എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എൻ്റെ കാര്യം നോക്കുക, എൻ്റെ ഫാമിലിയുടെ കാര്യം നോക്കുക, എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യം നോക്കുക, ഞാൻ വളർന്ന ഗ്രാമത്തിൻ്റെ കാര്യം നോക്കുക. ഇത് ഇത്ര എൻ്റെ ഗ്രാമത്തിനെ ഞാൻ ഇന്ത്യയുടെ മോഡൽ ഗ്രാമമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം അതും താമസിയാതെ അത് പൂർണ്ണമാകും. ഈവൻ ആ ഗ്രാമത്തിൻ്റെ പേര് ഞങ്ങളൊരു സിനിമ, ആ പേര് വെച്ച് സിനിമ എടുത്ത് ഓസ്കാർ വരെ കൊണ്ടുപോയി. അതുപോലൊരു ഫെസിലിറ്റിയുള്ള ഗ്രാമം ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവിടെ ഇപ്പം ഞങ്ങൾ തൊഴിലിനെ അന്വേഷിച്ചില്ലുമ്പോൾ അവിടെ ഒരാളെ കിട്ടുന്നില്ല. ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കാര്യം എല്ലാവർക്കും തൊഴിലായി കഴിഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫീസ് അവിടെ ചെയ്തു കഴിഞ്ഞു. പേരൻസിന് എല്ലാം പെൻഷൻ ഉണ്ട് അവിടെ. വർക്ക് ചെയ്യാത്ത ഫീമെയിൽസിനൊക്കെ സ്പൗസ് സാലറി ഉണ്ട് അവർക്ക്. എല്ലാ കുട്ടികൾക്കും കരിയർ ഡിസൈൻ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. ഈവൻ കലാനിലയം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കലാലയ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് അവിടെയുള്ളവരെല്ലാം കലാപരമായിട്ട് വളർത്തുന്ന സ്കീം തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ എന്താണ് ഭിക്ഷക്കാരെ ഇല്ലാത്തൊരു ഗ്രാമം പോലെ. നാടിന്റെ പേരൊന്ന് പ്രേക്ഷകർ അറിഞ്ഞോട്ടെ. ഐക്യരക്കോണം എന്ന് പറയും. ഐക്യരക്കോണത്തിൽ ഭിക്ഷക്കാരന്മാർ പറഞ്ഞ സിനിമയുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നല്ല അതിനകത്ത് ട്രഡീഷണൽ വൈദ്യന്മാരെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. അത് സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ട്രഡീഷണൽ വൈദ്യന്മാരെല്ലാം കൂടെ തീരുമാനിച്ചു അവരുടെ ഹെഡ് ഓഫീസ് ഐക്യരക്കോണത്ത് മതി. അതിന് വേണ്ടി ഞങ്ങൾ എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഭാവിയിൽ ഇന്ത്യയിലെ ട്രഡീഷണൽ വൈദ്യന്മാരുടെ ഹെഡ് ഓഫീസ് ഐക്യരക്കോണത്തായിരിക്കും. ആ ഗ്രാമത്തിനെ ഞങ്ങൾ വളരെ അപ്പം ഈവൻ കേരളത്തിൽ നല്ലൊരു സ്റ്റേഡിയം അവിടെ വരികയാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ്ലി അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി അവിടെ തന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യാനുള്ളത്, വെളിച്ചെണ്ണ അവിടെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ചെയ്തു. അതെല്ലാം ഈ വർഷത്തെ പ്രോജക്റ്റാണ്. ഈ പൊടികളില്ലേ, കറി പൗഡർ ഒന്നും പോയിട്ട് ഈ വിഷമുള്ള ഒരു സാധനം വേണ്ട. കാര്യം അവിടെ ക്യാൻസർ കേസുകളൊക്കെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴാണ് ഇതെല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ച് വരുന്ന പച്ചക്കറിയും കൊല്ലത്തു നിന്ന് മറ്റേ ഫിഷിനകത്ത് മറ്റേത് അടിച്ചു വരുന്ന സാധനമാണ്. ഇതൊക്കെ ഫിഷ് ഫാമൊക്കെ നമ്മൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധമായ ഫിഷും കഴിക്കാൻ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഈ വർഷത്തെ കാര്യങ്ങൾ. ഈവൻ എല്ലാം സോളാറിലേക്ക് ഞങ്ങൾ മാറുകയാണ്. അപ്പം ആ ഗ്രാമത്തിൽ എന്തൊക്കെ ഒരു നാട്ടിൽ നമ്മുടെ ഡ്രീമിലുണ്ടോ അതൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെയ്ത് വളരെ ശാന്തമായിട്ട്. അവിടെ പൊളിറ്റിക്സും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ആരും അങ്ങോട്ട് ഇങ്ങനെ പൊളിറ്റിക്സ് സംസാരിച്ച് ഞാൻ കാണുന്നില്ല. വളരെ സമാധാനമായിട്ട് വന്നു. അവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പണ്ട് ആരും ഇല്ലാതിരുന്ന ക്ഷേത്രം ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ സമയവും അവിടെ നിന്നാണ് അന്നദാനം പരിപാടി. എല്ലാവരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുന്നതെല്ലാം. പല വീട്ടിലും അടുക്കള ചിലപ്പം ഓണാവാറില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, കഴിയുന്നു, സന്തോഷിക്കുന്നു. ഇപ്പം ഞങ്ങളൊരു പുതിയ ടവർ അവിടെ വരുന്നുണ്ട്. അതിനകത്ത് തിയേറ്റർ എല്ലാം ഉണ്ട്. ഫിലിം ക്ലബ്ബും സാധനങ്ങളെല്ലാം വരുമ്പം അതുപോലെ ഗ്രാമം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അത്രയും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റ് ബിസിനസ് ആൾക്കാരും ഇതുപോലെ തിങ്ക് ചെയ്യുക. അവരും അവരുടെ കുടുംബവും അവരുടെ സ്ഥാപനവും അവരുടെ ചുറ്റുവട്ടവും മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അങ്ങനെയല്ല, ഇൻഡസ്ട്രി മൊത്തം എങ്ങനെയാണ് നടക്കുന്നത്. ഡിഫറെൻറ്റ് ഒരു വലിയ മരത്തിൻ്റെ കീഴിലാണ് മറ്റ് ബിസിനസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻഡ്യൂഡിൻ ഉപയോഗിച്ച് ഞങ്ങൾ ഇൻഡ്യൂഡ് ബില്യനേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് തുടങ്ങി. അപ്പോൾ അതിലേക്ക് ഞാൻ ചെയ്യുന്ന ചേഞ്ചസ് ഞാൻ അവരെ അറിയിക്കും. അതുപോലെ ഇപ്പോൾ എനിക്ക് അവരെ നിർബന്ധിച്ച് മാറ്റാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഗ്രാമത്തിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്കും അവരുടെ ഗ്രാമം മാറ്റണമെന്ന് തോന്നും. എരിസ് ഫ്ലെക്സിൽ കൊണ്ടുവന്ന് തിയേറ്റർ കാണിക്കുമ്പോൾ അവർക്കൊരു തിയേറ്റർ അതുപോലെ ചെയ്യണമെന്ന് തോന്നും. ഞങ്ങളുടെ എംപ്ലോയീസിനെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നും. അത് കണ്ടു മാറുക, അത്രയേ ഉള്ളൂ. എന്തായാലും മഹത്തായ സേവനങ്ങൾ തുടരുക. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. താങ്ക് യു. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത്. അതിനേക്കാളേറെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം.